കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വീടുകളിൽ ആരും അറിയാതെ ഒളിഞ്ഞിരിക്കുന്ന വേദനകളുണ്ട്. പുറമേ ചിരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴും ഉള്ളിൽ പരസ്പരം സംസാരിക്കാത്ത ഹൃദയങ്ങളുണ്ട്. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അകൽച്ചയായിരിക്കാം. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള തെറ്റിദ്ധാരണയായിരിക്കാം. സഹോദരങ്ങൾ തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന പിണക്കങ്ങളായിരിക്കാം. ഒരു ചെറിയ വാക്കിൽ ആരംഭിച്ച് വലിയ അകൽച്ചയായി മാറിയ ബന്ധമായിരിക്കാം. ഇന്ന് അതെല്ലാം കൃപാസനം അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ എന്തു പ്രശ്നമുണ്ടെങ്കിലും പ്രത്യാശ കൈവിടരുത്. നമുക്ക് അമ്മയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കൃപാസന മാതാവേ, എൻ്റെ കുടുംബത്തിൻ്റെ വാതിക്കൽ അമ്മ കാവൽ നിൽക്കണമേ. കൃപാസനം അമ്മേ, അമ്മയുടെ തിരുമുഖത്തേക്ക് ഞാൻ നോക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന എല്ലാ വേദനകളും അമ്മ അറിയുന്നുവല്ലോ. എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, മറ്റാരോടും പറയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ പോലും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ കണ്ണുനീർ മറ്റുള്ളവർ കാണാതിരിക്കാം, പക്ഷേ അമ്മ എൻ്റെ ഓരോ കണ്ണുനീർ തുള്ളിയും അമ്മ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ കുടുംബത്തിൻ്റെ വാതിൽ അമ്മയ്ക്കായി ഞാൻ തുറക്കുന്നു. കൃപാസനം അമ്മേ, എൻ്റെ വീട്ടിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഓരോ മുറിയിലും അമ്മയുടെ സാന്നിധ്യം നിറയണമേ. കലഹത്തിൻ്റെ ശബ്ദം ഉയർന്ന സ്ഥലങ്ങളിൽ സമാധാനം കൊണ്ടുവരണമേ. കരച്ചിൽ നിറഞ്ഞ ഞങ്ങളുടെ മുറികളിൽ ആശ്വാസം കൊണ്ടുവരണമേ. പരസ്പരം സംസാരിക്കാതെ മാറി നിൽക്കുന്ന ഹൃദയങ്ങളെ അമ്മ ചേർത്തു നിർത്തണമേ. കൃപാസന മാതാവേ, എൻ്റെ കുടുംബത്തെ അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ദൈവവചനം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ അടിസ്ഥാനമാക്കട്ടെ. കർത്താവെ, സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭം, എത്ര മനോഹരമാക്കുന്നു എന്ന തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. ആ അനുഗ്രഹം എൻ്റെ കുടുംബത്തിന് നൽകണമേ. ഞങ്ങളുടെ വീട്ടിൽ പണമുണ്ടായിട്ടും സമാധാനമില്ലെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം? വലിയ വീടുണ്ടായിട്ടും അതിനുള്ളിൽ സ്നേഹമില്ലെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം? വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടായിട്ടും പരസ്പരം സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങളുടെ സന്തോഷം എവിടെയാണ്? അതുകൊണ്ട് കർത്താവായ ദൈവമേ, പരിശുദ്ധ മാതാവേ, മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും മുമ്പായി ഞങ്ങളുടെ കുടുംബത്തിന് ഐക്യം നൽകണമേ. ഞങ്ങളുടെ വീട്ടിൽ പരസ്പരം കേൾക്കുന്ന ഹൃദയങ്ങൾ നൽകണമേ. പരസ്പരം മനസ്സിലാക്കുന്ന മനസ്സ് നൽകണമേ. തെറ്റു സംഭവിച്ചാൽ ക്ഷമ ചോദിക്കുവാനുള്ള വിനയം നൽകണമേ. മറ്റൊരാൾ ക്ഷമ ചോദിക്കുമ്പോൾ ഹൃദയം തുറന്ന് സ്വീകരിക്കുവാനുള്ള കൃപ നൽകണമേ. കൃപാസനം അമ്മേ, ഇന്ന് എൻ്റെ തെറ്റുകളും ഞാൻ സമ്മതിക്കുന്നു. എൻ്റെ ദേഷ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞുപോയ വാക്കുകൾ സമ്മതിക്കുന്നു. പിന്നീട് തിരികെ എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും തിരികെ എടുക്കാൻ കഴിയാതെ പോയ എൻ്റെ വാക്കുകൾ, എൻ്റെ ജീവിത പങ്കാളിയെ വേദനിപ്പിച്ച വാക്കുകൾ, എൻ്റെ മക്കളുടെ ഹൃദയം തകർത്ത വാക്കുകൾ, എൻ്റെ മാതാപിതാക്കളോട് ആദരവില്ലാതെ സംസാരിച്ച നിമിഷങ്ങൾ, എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പുലർത്തിയ അസൂയയും മാത്സര്യവും,
ഇതെല്ലാം ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ ഞാൻ സമർപ്പിക്കുന്നു. യേശുനാഥ, എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ വാക്കുകൾ കൊണ്ട് മുറിവേറ്റവരുടെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തണമേ. ഞാൻ പറഞ്ഞ വാക്കുകളുടെ ഓർമ്മ പോലും അവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഓർമ്മകളിലേക്ക് അവിടുത്തെ സൗഖ്യമൊഴുക്കണമേ. കൃപാസനം അമ്മേ, എൻ്റെ അഹങ്കാരം കാരണം ഞാൻ ആരോടെങ്കിലും സംസാരിക്കാതെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ എന്നെ മാറ്റണമേ. ആദ്യം അവൻ വരട്ടെ, ആദ്യം അവൾ ക്ഷമ ചോദിക്കട്ടെ എന്ന ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ അഹങ്കാരം എൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റണമേ. സമാധാനത്തിനു വേണ്ടി ആദ്യം കൈനീട്ടുവാൻ എന്നെ പഠിപ്പിക്കണമേ. കൃപാസന മാതാവേ, ദാമ്പത്യ ജീവിതത്തെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിനെയും ഭാര്യയെയും അമ്മ പ്രത്യേകം അനുഗ്രഹിക്കണമേ. വിവാഹിതരായ ആദ്യകാലത്തെ സ്നേഹവും കരുതലും പരസ്പര ബഹുമാനവും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പുതുക്കണമേ. ജീവിതത്തിൻ്റെ തിരക്കുകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ജോലിയുടെ സമ്മർദ്ദം, മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ, രോഗങ്ങൾ, കടബാധ്യതകൾ, ബന്ധുക്കളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഇവയൊന്നും ഞങ്ങളുടെ ജീവിതത്തെ, ദാമ്പത്യത്തെ തകർക്കുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം പരസ്പരം താങ്ങുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദേഷ്യത്തോടെ സംസാരിക്കുന്നതിന് പകരം സ്നേഹത്തോടെ സംസാരിക്കുവാൻ പഠിപ്പിക്കണമേ. പരസ്പരം സംശയിക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ വിശ്വാസം പുനഃസ്ഥാപിക്കണമേ. തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ സത്യം വെളിപ്പെടുത്തണമേ. ദാമ്പത്യത്തിൽ അകൽച്ചയുണ്ടെങ്കിൽ വീണ്ടും അടുപ്പിക്കണമേ. വേർപിരിയലിൻ്റെ വക്കിലെത്തിയ കുടുംബങ്ങളുണ്ടെങ്കിൽ ഈ നിമിഷം അവർക്ക് വേണ്ടിയും അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. തകർന്ന ദാമ്പത്യങ്ങളെ പുനഃസ്ഥാപിക്കണമേ. കൃപാസന മാതാവേ, മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൃപാസനം അമ്മേ, എൻ്റെ മക്കളെ ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർ എവിടെ ആയിരുന്നാലും അമ്മ അവരോടൊപ്പം ഉണ്ടായിരിക്കണമേ. അവരുടെ അടുത്തുള്ള എല്ലാവരെയും സഹായിക്കണമേ. എൻ്റെ അടുത്തുള്ള മക്കളെയും ദൂരദേശങ്ങളിൽ കഴിയുന്ന മക്കളെയും പഠിക്കുന്ന മക്കളെയും ജോലി അന്വേഷിക്കുന്ന മക്കളെയും ജീവിതത്തിൽ ശരിയായ വഴി കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്ന മക്കളെയും ഈ നിമിഷം അമ്മ സംരക്ഷിക്കണമേ. മാതാപിതാക്കളോട് അകന്ന് കഴിയുന്ന മക്കളുടെ ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കണമേ. മക്കളോട് സംസാരിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന മാതാപിതാക്കൾക്ക് ശരിയായ വാക്കുകൾ നൽകണമേ. ഒരു ഫോൺ കോൾ പോലും ചെയ്യാതെ അകന്നു നിൽക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തെ ഈ നിമിഷം സ്പർശിക്കണമേ. എൻ്റെ അമ്മയെ വിളിക്കണം, എൻ്റെ അപ്പനോട് സംസാരിക്കണം എന്നൊരു ചിന്ത അവരുടെ ഹൃദയത്തിൽ ഉണർത്തണമേ. മക്കൾ തമ്മിൽ അസൂയയും മാത്സര്യവും ഉണ്ടാകാതിരിക്കട്ടെ. സഹോദരങ്ങൾ പരസ്പരം ജീവിതകാലം മുഴുവൻ താങ്ങായി നിൽക്കട്ടെ. സ്വന്തം എന്ന മനോഭാവം ഉപേക്ഷിച്ച് സ്നേഹത്തിൽ ജീവിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സ്വത്ത്, പണം, ജോലി, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ കാരണം സഹോദര ബന്ധങ്ങൾ തകരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം അമ്മേ, ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ആരോഗ്യവും സമാധാനവും നൽകണമേ. വാർദ്ധക്യത്തിൽ അവർ ഒറ്റപ്പെടാതിരിക്കട്ടെ. മക്കളുടെ സ്നേഹവും കരുതലും അവർക്ക് ലഭിക്കട്ടെ. മാതാപിതാക്കളോട് എനിക്ക് ഏതെങ്കിലും മുറിവോ പരാതിയോ ഉണ്ടെങ്കിൽ അത് സൗഖ്യപ്പെടുത്തണമേ. അവർ അറിഞ്ഞോ അറിയാതെയോ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പൂർണ്ണമായും ക്ഷമിക്കുവാൻ എന്നെ സഹായിക്കണമേ.
എൻ്റെ സഹോദരങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വർഷങ്ങളായി സംസാരിക്കാത്ത സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും സംസാരിക്കുവാൻ വഴി ഒരുക്കണമേ. സ്വത്തിൻ്റെ പേരിൽ തകർന്ന ബന്ധങ്ങൾ, പണത്തിൻ്റെ പേരിൽ ഉണ്ടായ പിണക്കങ്ങൾ, തെറ്റിദ്ധാരണകളാൽ തകർന്ന ബന്ധങ്ങൾ, മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ച് അകന്നുപോയ ബന്ധങ്ങൾ എല്ലാം അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഈശോ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസന മാതാവേ, പഴയ മുറിവുകളിൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ കുടുംബ ചരിത്രത്തിൽ ഇന്നും വേദനിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടെങ്കിൽ അവിടുന്ന് ഈ നിമിഷം അവയെ സ്പർശിക്കണമേ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും മറക്കാൻ കഴിയാത്ത വാക്കുകൾ, വിശ്വാസ വഞ്ചനകൾ, അവഗണനകൾ, അനീതികൾ, ഒറ്റപ്പെടുത്തലുകൾ, തകർന്ന പ്രതീക്ഷകൾ, ഇതെല്ലാം അവിടുത്തെ തിരുമുറിവുകളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ഓർമ്മകൾ മാറ്റണമെന്നല്ല ഞാൻ ചോദിക്കുന്നത്, ആ ഓർമ്മകൾ ഇനി ഞങ്ങളെ വേദനിപ്പിക്കാതിരിക്കുവാനുള്ള സൗഖ്യം നൽകണമേ. കഴിഞ്ഞുപോയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞ് ഇന്നത്തെ സമാധാനം നശിപ്പിക്കാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സംസാരത്തെ അനുഗ്രഹിക്കണമേ. കൃപാസന മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളെ അനുഗ്രഹിക്കണമേ. ദേഷ്യത്തിൻ്റെ വാക്കുകൾ കുറയട്ടെ, പരിഹാസം അവസാനിക്കട്ടെ, അപമാനിക്കുന്ന വാക്കുകൾ അവസാനിക്കട്ടെ, ശാപവാക്കുകൾ അവസാനിക്കട്ടെ, പരസ്പരം കുറ്റപ്പെടുത്തുന്ന സ്വഭാവം അവസാനിക്കട്ടെ. അതിനു പകരം നന്ദി, ക്ഷമിക്കണം, എനിക്ക് നിന്നെ മനസ്സിലാക്കുന്നു, ഞാൻ നിനക്കൊപ്പമുണ്ട്, നമുക്കൊരുമിച്ച് പരിഹാരം കണ്ടെത്താം എന്നിങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ വാക്കുകൾ ഞങ്ങളുടെ വീട്ടിൽ നിറയട്ടെ. എപ്പോൾ സംസാരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. എപ്പോൾ മൗനം പാലിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ദേഷ്യത്തിൻ്റെ സമയത്ത് മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുവാൻ ഞങ്ങളുടെ നാവിനെ കാത്തുകൊള്ളണമേ. കൃപാസന മാതാവേ, എൻ്റെ കുടുംബത്തെ എല്ലാ തിന്മയിൽ നിന്നും കാത്തുകൊള്ളണമേ. നല്ല ദൈവമേ, എൻ്റെ കുടുംബത്തെ അവിടുത്തെ തിരുരക്തത്താൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം തകർക്കുന്ന എല്ലാ ദുഷ്പ്രവണതകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. അസൂയ, കോപം, അഹങ്കാരം, വിദ്വേഷം, ക്ഷമിക്കാത്ത മനസ്സ്, അനാവശ്യമായ താരതമ്യങ്ങൾ, പരസ്പര അവിശ്വാസം, ഇവയ്ക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വേരുറയ്ക്കുവാൻ അനുവദിക്കരുതേ. നല്ല ദൈവമേ, തിന്മയെ തിന്മ കൊണ്ട് നേരിടാതെ സ്നേഹത്താലും ക്ഷമയാലും സത്യത്താലും നേരിടുവാനുള്ള ശക്തി നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തെ ഭിന്നിപ്പിക്കുന്ന ഏതൊരു സാഹചര്യത്തെയും തിരിച്ചറിയുവാനുള്ള വിവേകം നൽകണമേ. കൃപാസനം അമ്മേ, സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ പ്രത്യേകം ഓർക്കുന്നു. കടബാധ്യത കാരണം ഉറങ്ങാൻ കഴിയാത്തവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വരുമാനമില്ലാതെ കുടുംബം നടത്തുവാൻ ബുദ്ധിമുട്ടുന്നവരെ, വാടകയും പഠന ചെലവും ചികിത്സാ ചെലവും കണ്ടെത്തുവാൻ കഴിയാതെ വിഷമിക്കുന്നവരെ ഈ നിമിഷം ഈ പ്രാർത്ഥനയിലൂടെ അമ്മ ആശ്വസിപ്പിക്കണമേ. ജോലി ആവശ്യമുള്ളവർക്ക് അനുയോജ്യമായ തൊഴിൽ വാതിലുകൾ തുറക്കണമേ. സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹമുണ്ടാകാതിരിക്കട്ടെ. പ്രശ്നങ്ങളെ ഒരുമിച്ച് നേരിടുവാനുള്ള ശക്തി നൽകണമേ. കൃപാസനം അമ്മേ, രോഗികളെ സമർപ്പിച്ചു വേണ്ടി രോഗികളുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനം അമ്മേ, ഒരു രോഗിയുടെ വേദന കാരണം മുഴുവൻ കുടുംബവും വിഷമിക്കുന്ന വീടുകളെ ഈ നിമിഷം സമർപ്പിക്കുന്നു.
ആശുപത്രികളിൽ കഴിയുന്നവരെ അനുഗ്രഹിക്കണമേ. ചികിത്സയിൽ കഴിയുന്നവരെ ശക്തി നൽകണമേ. രോഗിയെ പരിചരിച്ച് ക്ഷീണിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം നൽകണമേ. ഭയത്തിൻ്റെ സ്ഥാനത്ത് പ്രത്യാശ നൽകണമേ. നിരാശയുടെ സ്ഥാനത്ത് വിശ്വാസം നൽകണമേ. ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ജ്ഞാനം നൽകണമേ. കൃപാസന മാതാവേ, പ്രാർത്ഥന നഷ്ടപ്പെട്ട വീടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്നില്ലെങ്കിലും ഇപ്പോൾ പ്രാർത്ഥന നഷ്ടപ്പെട്ട കുടുംബങ്ങളെ വീണ്ടും പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരണമേ. വീട്ടിൽ വീണ്ടും ദൈവ ചൈതന്യം, ദൈവവചനം കേൾക്കപ്പെടട്ടെ. വീണ്ടും ജപമാല ഉയരട്ടെ. വീണ്ടും നന്ദി പ്രാർത്ഥനകൾ ഉയരട്ടെ. വീണ്ടും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലിരിക്കട്ടെ. പ്രാർത്ഥന നിർബന്ധമായി തോന്നാതെ സ്നേഹത്തോടെ ദൈവത്തെ അന്വേഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എൻ്റെ വീട്ടിൽ സമാധാനം വാഴട്ടെ. നല്ല ദൈവമേ, ഇന്ന് ഞാൻ എൻ്റെ വീടിനെ അവിടുത്തേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ഈ വീടിൻ്റെ വാതിലിലൂടെ കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും സമാധാനം അനുഭവപ്പെടട്ടെ. ഇവിടെ താമസിക്കുന്ന ഓരോരുത്തരും സുരക്ഷിതരാണെന്ന് അനുഭവിക്കട്ടെ. ഈ വീട്ടിൽ ആരും ഒറ്റപ്പെട്ടവരായി തോന്നാതിരിക്കട്ടെ. ആർക്കും സ്വന്തം വേദന പറയാൻ പേടിക്കേണ്ടി വരാതിരിക്കട്ടെ. പരസ്പരം കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഞങ്ങൾക്ക് കഴിയട്ടെ. ഞങ്ങളുടെ വീട് വെറും ചുമരുകളും മേൽക്കൂരയും മാത്രമുള്ള ഒരു കെട്ടിടമാകാതെ സ്നേഹം ജീവിക്കുന്ന ഒരു കുടുംബമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ ക്ഷമിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഇപ്പോൾ എൻ്റെ മനസ്സിൽ എന്നെ വേദനിപ്പിച്ച ഒരാളുടെ മുഖം വരുന്നു. അവരെ ഞാൻ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർ ചെയ്തതിനെ ശരിയെന്ന് പറയുകയല്ല ഞാൻ, പക്ഷേ ആ വേദന എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ ഇനി ഞാൻ അനുവദിക്കുന്നില്ല. യേശുനാഥ, ക്ഷമിക്കുവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ക്ഷമിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയമെങ്കിലും എനിക്ക് നൽകണമേ. എൻ്റെ ഹൃദയത്തിലെ കയ്പ് നീക്കണമേ. എന്നെ സ്വതന്ത്രനാക്കണമേ. എന്നെ സ്വതന്ത്രയാക്കണമേ. എൻ്റെ കുടുംബത്തെയും സ്വതന്ത്രമാക്കണമേ. കുടുംബത്തിലെ ഓരോ അംഗത്തെയും അനുഗ്രഹിക്കണമേ. കൃപാസനം അമ്മേ, ഇപ്പോൾ എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും പേരെടുത്ത് ഞാൻ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പേരുകൾ മനസ്സിൽ പറയാം. കൃപാസനം അമ്മേ, എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. അവർക്ക് നല്ല ആരോഗ്യം നൽകണമേ. ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ജ്ഞാനം നൽകണമേ. തെറ്റായ വഴികളിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമേ. അവരുടെ പഠനത്തെ അനുഗ്രഹിക്കണമേ. ജോലിയെ അനുഗ്രഹിക്കണമേ. വിവാഹ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഭാവിയെ അനുഗ്രഹിക്കണമേ. അവരുടെ യാത്രകളെ കാത്തുകൊള്ളണമേ. അവർ എവിടെ ആയാലും ദൈവത്തിൻ്റെ കരങ്ങൾ അവരെ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം മാതാവേ, തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഇപ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുന്നവരിൽ കുടുംബ പ്രശ്നങ്ങൾ കാരണം കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഈ നിമിഷം അമ്മ ആശ്വസിപ്പിക്കണമേ. വിവാഹമോചനത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന കുടുംബങ്ങളെ ഓർക്കണമേ. മക്കളെക്കുറിച്ച് കരയുന്ന മാതാപിതാക്കളെ ഓർക്കണമേ. ഭർത്താവിനെയോ ഭാര്യയെയോ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടവരെ ഓർക്കണമേ. വീട്ടിൽ നിന്ന് അകന്നുപോയ മക്കളെ ഈ നിമിഷം സമർപ്പിക്കുന്നു. വർഷങ്ങളായി സംസാരിക്കാത്ത കുടുംബാംഗങ്ങളെ ഈ നിമിഷം സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്നിടത്തും ദൈവത്തിന് വഴി തുറക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ തകർന്നതെല്ലാം ദൈവഹിതപ്രകാരം പുനഃസ്ഥാപിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പുതിയ ദിവസം ഞാൻ അവിടുത്തെ കരങ്ങളിൽ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന്
പുറത്തു പോകുന്ന എല്ലാവരെയും സംരക്ഷിക്കണമേ. ജോലിക്ക് പോകുന്നവരെ, സ്കൂളിലേക്കും കോളേജിലേക്കും പോകുന്നവരെ, യാത്ര ചെയ്യുന്നവരെ, വീട്ടിൽ കഴിയുന്നവരെ എല്ലാവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്ന ഓരോ വാക്കും അനുഗ്രഹമാകട്ടെ. ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ അവിടുത്തെ ജ്ഞാനം ഉണ്ടാകട്ടെ. ഞങ്ങൾ കാണുന്ന മനുഷ്യരോട് സ്നേഹത്തോടെ പെരുമാറുവാൻ കഴിയട്ടെ. വൈകുന്നേരം വീണ്ടും വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ നന്ദിയോടെ ഒരുമിച്ച് കൂടുവാനുള്ള അനുഗ്രഹം നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ട കൃപാസനം അമ്മേ, ഇനി എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ടല്ല, വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. എൻ്റെ കുടുംബത്തിലെ എല്ലാം ഞാൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല. എനിക്ക് കഴിയാത്തത് അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ബന്ധുക്കളെ, എൻ്റെ വീടിനെ, എൻ്റെ കുടുംബത്തിൻ്റെ ഭാവിയെ എല്ലാം അമ്മയുടെ കരങ്ങൾ വഴി ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കൃപാസനം അമ്മേ, ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കണ്ണുനീരിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹം വർദ്ധിക്കട്ടെ, ക്ഷമ വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, പരസ്പരം ബഹുമാനം വർദ്ധിക്കട്ടെ, ദൈവ സാന്നിധ്യം വർദ്ധിക്കട്ടെ. ഞങ്ങളുടെ വീട്ടിലെ കലഹങ്ങൾ സമാധാനത്തിലേക്ക് മാറട്ടെ, അകൽച്ച അടുപ്പത്തിലേക്ക് മാറട്ടെ, കയ്പ് ക്ഷമയിലേക്ക് മാറട്ടെ, ഭയം പ്രത്യാശയിലേക്ക് മാറട്ടെ, നിരാശ വിശ്വാസത്തിലേക്ക് മാറട്ടെ, കണ്ണുനീര് ആശ്വാസത്തിലേക്ക് മാറട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വീടിനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ. ഇന്നു മുതൽ ഞങ്ങളുടെ വീട്ടിൽ സമാധാനത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ. എൻ്റെ വീട് സ്നേഹത്തിൻ്റെ ഭവനമാകട്ടെ. എൻ്റെ വീട് ക്ഷമയുടെ ഭവനമാകട്ടെ. എൻ്റെ വീട് പ്രാർത്ഥനയുടെ ഭവനമാകട്ടെ. എൻ്റെ വീട് ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഭവനമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനം അമ്മേ, ഞങ്ങളുടെ കുടുംബത്തെ അമ്മയുടെ മാധ്യസ്ഥത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഈശോയിലേക്ക് നയിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവഹിതം നിറവേറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെയും കൃപാസനം അമ്മയുടെ കരങ്ങളിൽ ആയിരിക്കുവാൻ, നിങ്ങളുടെ കരങ്ങളിൽ ഈ പ്രാർത്ഥന എത്തിച്ചേരുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൃപാസനം അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. എല്ലാവർക്കും നന്ദി.